അസ്സലാമലൈക്കും മാന്യ സഹോദരന്മാരെ, ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് വിഡ്ഢം പുരോഹിതന്മാർക്ക് മെൻ്റൽ പ്രോബ്ലം എന്നാണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഈ പുരോഹിതന്മാരുടെ സംസാരം നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കാം. പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. എന്നാൽ അതിൽ പെടാത്ത സഹായത്തിന് ഉണ്ട് തർക്കമില്ലല്ലോ. അതാണ് നിങ്ങൾ പരസ്പരം പുണ്യത്തിലും നന്മയിലും സഹകരിക്കുക, സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുക. ഈ സഹായാർത്ഥന ശിർക്കല്ല. അത് ഇൻസിനോടായ ശിർക്കല്ലെങ്കിൽ ഇൻസല്ലാത്ത വേറെ പടപ്പിനോടാകുമ്പോൾ ശിർക്കാകും എന്ന് പറയാൻ മാനദണ്ഡമില്ല. ഒരേ തേട്ടം ഇൻസിനോടായ ശിർക്ക് കല്ലിനോടായ ശിർക്കല്ല, ഇൻസിനോടായ ശിർക്ക് പക്ഷിയോടായ ശിർക്കല്ല എന്ന ഒന്നില്ല. ഒരു സൃഷ്ടിയുടെ ഏതോ സൃഷ്ടിയായിക്കോട്ടെ, അല്ലൊഴികെയുള്ള ഒരു സൃഷ്ടിയുടെ പരിധിയിൽപ്പെട്ടതും ഒരു സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടതുമായ ഒരു കാര്യം അനുവദനീയമാകാം, അനുവദനീയമല്ലാത്തതാകാം, ഏതുമാകാം. അതിൻ്റെ കഴിവിൽപ്പെട്ടത്, അതിൻ്റെ പരിധിയിൽപ്പെട്ടത് ചോദിച്ചാൽ അത് ശിർക്കാകും എന്നതിനൊരായത്ത്, ഒരു ഹദീസ്, ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ ഒരു ഉദ്ധരണി 10 ലക്ഷം രൂപ തരും. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ എൻ്റെ സ്വത്ത് വിറ്റിട്ട് ഇത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. അടുത്തത് മരത്തോട് സഹായം തേടുന്നതിനുള്ള തെളിവാണ്. മരത്തോട് സഹായം തേടിയാൽ ശിർക്കല്ല. അതിന് തെളിവ് കേട്ടോ. മനസ്സ് പറയുന്നത് എന്താണ്? മരത്തിനോടായതാണ് ശിർക്ക്, അതല്ലാതെ പ്രാർത്ഥനയും ഇബാദത്തുമല്ല എന്നാണ്. എങ്കിൽ കേൾക്കുക ഹദീസ്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്നു. വേറെയും പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത് ജയ്യിദായ സനദാണ് എന്നാണ്. ജയ്യിദായ സനദാണ്. ഒരു സഹാബി പറയാണ്, യഅല ഇബ്നു മുർറ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് പറയുകയാണ്, ഞാനും അള്ളാഹുവിന്റെ റസൂലും കൂടി ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറയാണ്, ഇൻതലിഖ് ഇലാ ഹാതൈനി ഷജറതൈനി ഫഖുൽ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലക്കുമാ അൻ തജ്തമിആ. ആ മരങ്ങളോട് പോയിട്ട് പറയ്, അള്ളാഹിന്റെ റസൂൽ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ചേർന്ന് നിൽക്കാൻ. മരമായതുകൊണ്ടാണ് ശിർക്ക് എങ്കിൽ ആ ശിർക്ക് ചെയ്യാനാണോ ഈ സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത്? ആ മരത്തിനോട് സംസാരിക്കാൻ. എന്താ സംസാരിക്കേണ്ടത്? ചേർന്ന് നിൽക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ മരങ്ങൾ ചേർന്ന് നിന്നു എന്നാണ്. പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇൻതലിഖ് ഫഖുൽ ലഹുമാ ലിതഊദ കുല്ലു വാഹിദത്തിൻ ഇലാ മക്കാനിഹ. അവരോട് പോയിട്ട് നേരത്തെ നിന്ന സ്ഥലത്തേക്ക് തന്നെ മാറാൻ പറയും. ഈ സഹാബി പോയിട്ട് പറയാണ്, ഫഅതൈതുഹുമാ ഫഖുൽതു ദാലിക ലഹുമാ. ഞാൻ പോയിട്ട് ആ മരങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ പോയിക്കോളൂ. മരത്തിനോടാ സംസാരിച്ചത്. ശിർക്ക് ആണോ? അല്ല. കാരണം അത് പ്രാർത്ഥനയല്ല, അവിടെ ഇബാദത്തില്ല. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതനുസരിച്ച്. സഹോദരന്മാരെ, നിങ്ങൾ കേട്ടുവല്ലോ. ഒന്ന് നമ്മുടെ ഫൈസൽ മുസ്ലിയാരുടെ, മറ്റൊന്ന് നമ്മുടെ മുജാഹിദ് വാശിയുടെ, മറ്റൊന്ന് സിറാജ് വാശിയുടെ. ഇവരുടെ 3 പേരും എന്താണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ആരെയും പിടിച്ച് പ്രാർത്ഥിക്കാമെന്നുള്ളതാണ്. നമ്മൾ സാധാരണ കേട്ടുകൊണ്ടായിരിക്കും ജിന്ന് വിഷയമാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ ഇവർ വ്യക്തമായ ഭൗതികവാരാധനയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ സംസാരം കേട്ടുവല്ലോ. അതായത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ചതാണ്. അല്ലാഹ് ഒഴികെ ആരോടും വിളിച്ച് സഹായം ചോദിക്കാവുന്നത്. അപ്പം എല്ലാം പെട്ട്, കല്ല്, ആകാശം, ഭൂമി, എല്ലാ ജീവജാലങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന്. അതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഫൈസൽ മുസ്ലിയാവും വിശദീകരിക്കുന്നത്. ഫൈസൽ മുസ്ലിയാവിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ആയത്ത് ഓതിയിട്ടാണ് പറയുന്നത്. ഒത്താമനും അലൽ ബിർരി വത്തഖ്വ വലാ താമനും അലൽ ഇസ്മി വൽ ഉദ്വാൻ.
സൂറത്ത് മാഇദ 2-ാം നമ്പർ ആയത്ത്. എന്താണ് ഈ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശം? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ ആയത്ത് അല്ലാഹു ഖുർആനിൽ കൂടി അവതരിപ്പിച്ചത്? എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ നമസ്കാരത്തിൽ പറയുന്ന കാര്യമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായത്തെ ചോദിക്കുന്നു. ഈ സഹായം എന്ന് അപ്പം നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കും, അള്ളാഹുവിനെ മാത്രം സഹായം ചോദിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ സഹായത്തിന് പോകാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമല്ലേ. കാരണം അത് ആരും ചോദിച്ചു പോലെ. എന്നാൽ പിന്നെ നമുക്കിങ്ങനെ മറ്റുള്ള അതിനൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഓപ്ഷൻ വെച്ചത്. ഈ പറഞ്ഞ ആയത്ത് നിങ്ങൾ അതായത് സൂറത്ത് മാഇദ 2-ാം നമ്പർ ആയത്ത് എന്തിനാണ്? പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൗതികമായ ജീവൻ ജീവിക്കണമെങ്കിൽ നമുക്കിവിടെ പല ആവശ്യങ്ങളും നേരിടുമല്ലോ. നമ്മൾ കൺമുമ്പിൽ കാണുന്നതല്ലേ എന്തെല്ലാം ആവശ്യങ്ങൾ വേണം. മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനൊക്കെ ഓപ്ഷൻ വെച്ച് മറ്റുള്ളവരോട് നമുക്ക് വിശ്വാസ രംഗത്തും മറ്റു രംഗങ്ങളിൽ അവരോട് സഹായം ചോദിക്കാമെന്ന് അനുവാദം തന്നു. ആർക്ക്? മനുഷ്യന്. അപ്പം എന്ന് പറയുമ്പോഴേ ജിന്നോ മലക്കോ കല്ലോ മുരുടോ മൂർഖം പാമ്പോ അതിൽ പെടോ? അപ്പം ഇവരെ മുജാഹിദ് ഭാഷയിലെയും നമ്മുടെ ഫൈസൽ മുസ്ലിയാരുടെയും ഭാഷയിൽ ആരോടും ചോദിക്കാമെന്നുള്ളതാണ്. കല്ല് മുള്ള് എന്ന് ഈ ആയത്തോതിയിട്ടാണ് പറയുന്നത്. ആര്? നമ്മുടെ ഫൈസൽ മുസ്ലിയാർ ഒരു ഈ ആയത്തോതിനെ. പക്ഷെ മറ്റ് ആയത്തോതിയിട്ട ഒരു വെല്ലുവിളിച്ചത് 10 ലക്ഷം രൂപ നടന്നു നമ്മളെ മുജാഹിദ് ഭാഷയിൽ ആരോട് വിളിച്ച് പ്രാർത്ഥിക്കാം, അത് തെളിവ്, അത് ശിർക്കാണെന്ന് തെളിയിച്ചു തന്നാൽ 10 ലക്ഷം രൂപ ഇനാമ പ്രഖ്യാപിച്ചു. അതിൻ്റെ വിഷയങ്ങൾ കൂടുതൽ പറയാൻ സമയം കിടക്കും, അതുകൊണ്ട് പറയുന്നില്ല. അപ്പം ഇതാണ് ഇവരുടെ നിലപാട്. അപ്പം എന്ന് പറയുമ്പോൾ മാത്രമല്ല മറ്റൊരു നിലപാടെന്ന് പറഞ്ഞാൽ അതായത് ഫൈസൽ മുസ്ലിയാർ പെരുന്നാൾ നമസ്കാരത്തെ സംബന്ധിച്ചിട്ട് അത് വളരെയധികം കേരളക്കരയിൽ ചർച്ച നടന്നു. ആരും അതിനെ പരിഹസിക്കുന്നത് മുസ്ലിയാക്കന്മാർ. അതായത് ഖുതുബ സാധാരണ വെള്ളിയാഴ്ച പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ അത് ഖുതുബ നടത്തണം, പള്ളിയിൽ ജമാഅത്ത് നടക്കണം. പക്ഷെ ആൾ പോകാൻ പാടില്ല. എങ്ങനെയുണ്ട്? അതായത് ജുമാ നമസ്കാരം നടക്കണം, ഖുതുബ നടക്കും, എല്ലാം നടക്കണം, പക്ഷേ ആളുകൾ പോകാൻ പാടില്ല. അതിൽ നമുക്ക് ഇളവ് തന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? പെരുന്നാൾ നമസ്കാരം നമസ്കരിച്ചതിൻ്റെ പേരിൽ. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്നാൽ പിന്നെ ഈ പെരുന്നാൾ നമസ്കാരം 2 റക്അത്ത് സുന്നത്താണ്. അപ്പം ആളുകൾ തീരുമാനിച്ചാൽ പോരെ. ഞാൻ പിന്നെ പർദ്ദാക്കപ്പെട്ട ജുമാ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ട് ഞാനെന്തിനാണ് സുന്നത്തുകാരി എടുക്കുന്നത്? എനിക്ക് ഇന്നത്തെ ദിവസം പെരുന്നാൾ നമസ്കാരം വേണ്ട. അപ്പം ഇതെല്ലാം എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്നത്? മാത്രമല്ല ഇപ്പം യുദ്ധം നടക്കുന്നത്, അതിൻ്റെ പേരിൽ ബ്രിട്ടൻകാർ ഇറാനെ കംപ്ലീറ്റ് വിമർശിച്ചിട്ട് പറയുന്നു. ഇറാനെ എന്തിനാ ഇപ്പോൾ വിമർശിക്കേണ്ട സമയമാണോ ഈ സമയത്ത്? ആരാണ് ഈ ഇറാൻ ശരി ഷിയാക്കളാണെന്ന് പറഞ്ഞിട്ടാണ് വിമർശിക്കുന്നത് ബ്രിട്ടൻകാർ. പക്ഷെ എന്തൊക്കെ മുൻപിലുള്ളവർ ആരാണ് മുൻപിലുള്ളവർ? ഇസ്രായേലും അമേരിക്കയും. ആരാണ്? ലോകത്തിലെ മുഴുവനും, അതായത് മുസ്ലിമുകളെ കൊന്നടിക്കവരാണ് അവർ രണ്ടുപേരും. ലോകത്തിലെ ഏറ്റവും ശത്രുക്കളാണ് മുസ്ലിമുകളുടെ. അവരുമായിട്ടാണ് ഈ പോരാട്ടം നടക്കുന്നത്, ഇറാൻ നടക്കുന്നത്. അപ്പം നമുക്ക് ഒന്നും നിശബ്ദത പാലിച്ചാൽ പോരെ? നമുക്ക് ഈ അവസരത്തിൽ അഭിപ്രായം പറയേണ്ടതുണ്ടോ? ഒന്ന് ചിന്തിച്ചുകൂടെ? പക്ഷെ അതേ സമയത്ത് അവിടെ ആരാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ മാത്രമല്ലല്ലോ. അവിടെതായിരിക്കുന്ന സലഫികളായ, അവിടെ സുന്നി എന്ന് പറയും സലഫികളായ ആളുകളുണ്ടല്ലോ. അവിടെ ഷിയാക്കൾ തന്നെ 10-12 ഗ്രൂപ്പുകളുണ്ടല്ലോ. പലവരും പല വിധത്തിൽ 10-12 ഗ്രൂപ്പുകളില്ലേ? അവിടെ മുജാഹിദീങ്ങളില്ലേ അവിടെ എന്ന് പറഞ്ഞാൽ സുന്നികൾ. അവിടുത്തെ സുന്നികൾ അവിടുത്തെ മുജാഹിദീകൾ അവരെ സുന്നികൾ എന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ആ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പം ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിനും ഖുർആന് വിരുദ്ധമായി സംസാരിക്കുക, ഇത്തരം ജുമാൻ്റെ കാര്യത്തിൽ പൊട്ടത്തരം പറയുക, പിന്നെ ഈ പറയുന്ന ഈ വിഷയവുമായിട്ട് മുമ്പിലെടുത്ത് ഇത് ചർച്ച ചെയ്യും. എന്തുകൊണ്ട് സംഭവിക്കുന്നു? പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സൂറത്ത് ഹജ്ജിൽ 31-ാം നമ്പർ ആയത്ത്
അതിൽ പറയുന്നുണ്ട് ഒരുത്തൻ്റെ ഷഹാദത്ത് ബാത്തിലായി കഴിഞ്ഞാൽ ഓന് ആകാശത്തുനിന്ന് വീണ പോലെ, ആകാശത്തുള്ള ഓരോ പക്ഷികൾ റാഞ്ചിക്കൊണ്ട് പോകുമ്പോൾ കാറ്റ് റാഞ്ചിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ മനസ്സിലായില്ലേ? ഇനി അതല്ല എങ്കിൽ മെൻ്റൽ പ്രോബ്ലം, ഞാൻ പറഞ്ഞ ആ ടൈറ്റിൽ കൊടുത്ത മെൻ്റൽ പ്രോബ്ലം. ഇതാണ് നാം ഇതിന് മനസ്സിലാക്കാനുള്ളത്. വേറെ എന്തെങ്കിലും മനസ്സിലാക്കാൻ വേറെ ഒന്നും കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇത്തരം രൂപത്തിൽ എന്തുകൊണ്ട് ഈ ബ്രിട്ടൻകാർ ഈ രൂപത്തിലായിപ്പോയിത്? ഈ രൂപത്തിലേക്ക് എന്തുകൊണ്ട് ഈ ദൈവത്തിന് എത്തിച്ചു? നിങ്ങൾ വിശ്വാസികളായി ജീവിച്ചവരല്ലേ, നിങ്ങൾ തൗഹീദുണ്ടായവരല്ലേ നിങ്ങൾ? പിന്നെ എന്തുകൊണ്ട് ഈ രൂപത്തിൽ സംഭവിച്ചത്? അപ്പം ഇവിടെ പ്രശ്നം മാത്രമല്ല, ഇവർ എന്ത് പറഞ്ഞാലും കൗമ ഇവിടെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവർ കൗമുണ്ട് ഇവിടെ. അവർക്കെന്താ മനസ്സിലാക്കിയത്? അതായത് ഒന്നിക്കൽ അറിവ് വേണ്ടി വരും, അല്ലെങ്കിൽ ബിലീസ് ഇവർക്ക് സീൽ വെച്ച് കളഞ്ഞു. ബിലീസേ ഇവർക്ക് എന്താ ഇവർ പറയുന്നത്? ഞങ്ങൾ ജിന്നിനൊന്നും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, ഞങ്ങൾ ജിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാ? അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ എത്ര കാലമായി പണ്ഡിതന്മാരോട് വിശദീകരിക്കാൻ കാരണമാണ് നമ്മളിവിടെ ജിന്നിനെ വിളിക്കണ്ട, ഷിർക്ക് ചെയ്യണ്ട. പക്ഷെ നമ്മൾ അത്തരം ആൾക്കാരെ ഫോളോ ചെയ്താൽ തന്നെ നമ്മൾ ഷിർക്ക് ചെയ്തതിനെ പോലെ, ഷിർക്കിൻ്റെ ഗൗരവം എല്ലാവർക്കും ഏവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ? ഷിർക്ക് ചെയ്തവനെ പോലെയായി. അപ്പം ഇത് മനസ്സിലാക്കാനുള്ള നോളജ് ഈ ബിഷ്ണം വിഭാഗത്തിന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല. മറ്റു ചില പണ്ഡിതന്മാർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. എന്തേ മനസ്സിലാവാത്തത്? ഇത്രയും അക്കരം ബുദ്ധി ഭക്ഷണമല്ലേ കഴിക്കുന്നത് നമ്മൾ. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ ഈ രൂപത്തിലായി പ്രവർത്തിക്കുമ്പോൾ ജനലക്ഷങ്ങൾ നരകത്തിലൊഴുകും. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങളൊന്ന് അത്തരം ജോലി നിങ്ങൾ ചെയ്യരുത്. ജനങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്ന അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. വിധംകാരെ നിങ്ങൾ എന്ത് ന്യായീകരിച്ചാലും നിങ്ങൾ ന്യായമൊന്നും യാതൊരു അർത്ഥമില്ല. ഖുർആന് വിരുദ്ധമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, ജിന്നിനെ ആരെ വിളിക്കലും ഷിർക്കാണെന്നാണ്. ജിന്നിനായാലും മലക്കിനായാലും ആരെ വിളിച്ചാലും, കല്ലിനായാലും മുല്ലിനായാലും മൂർക്കമ്പാവിനായാലും വിളിച്ചാലും അത് ഷിർക്കെന്ന് അള്ളാഹ് തീരുമാനിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്താ അധികാരം ഇതൊക്കെ വിളിക്കൽ ഷിർക്കല്ല എന്ന് പറയാനുള്ള? ആരാ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഖുർആനൊന്നും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പറയുന്ന? പിന്നെ വേറെ ഗ്രന്ഥമൊന്നും അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് ഇറങ്ങി തന്നിട്ടുണ്ടാ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുന്നത്, ജനങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം ഷിർക്കും പ്രചാരണങ്ങളും സംസാരിക്കുന്ന പുരോഹിതന്മാർ നിങ്ങൾ നിർത്തിവെക്കണം. നിങ്ങൾ ഞാൻ സംസാരിക്കുന്നത് എല്ലാവർക്കും ലോകജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനുള്ള തോഫീക്ക് തരട്ടെ. അതിനു വേണ്ടി ലോകവിശ്വാസികൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.